മക്കളെ ഗ്രാവിറ്റേഷനിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്ക്. 2 planets have same density but different radii. The acceleration due to gravity would be എങ്ങനെയാണ് ഉണ്ടാവുക? സെയിം ഓൺ ബോത്ത് പ്ലാനറ്റ്സ്, ഗ്രേറ്റർ ഓൺ ദി സ്മോളർ പ്ലാനറ്റ്, ഗ്രേറ്റർ ഓൺ ദി ലാർജർ പ്ലാനറ്റ്, ഡിപ്പെൻഡന്റ് ഓൺ ദി ഡിസ്റ്റൻസ് ഓഫ് പ്ലാനറ്റ് ഫ്രം ദി സൺ, ഇങ്ങനെയൊക്കെയാണുള്ളത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് gm/r² അല്ലേ? ഇവിടെ ഡെൻസിറ്റിയുടെ ടേംസ് എങ്ങനെയാ വരിക? ഡെൻസിറ്റിയുടെ ടേംസ് എങ്ങനെയാ വരിക എന്ന് പറയാം. g/r². മാസിനെ നമുക്ക് അതിന്റെ വോള്യം, ഒരു സ്ഫിയർ അല്ലേ, 4/3πr³ × ρ എന്ന് എഴുതാം. അപ്പൊ ഇത് കട്ട് ചെയ്ത് പോയാൽ ബാക്കി g പ്രൊപ്പോർഷണൽ ടു r × ρ എന്ന് എഴുതാലോ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഡെൻസിറ്റിയും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റോയും എടുക്കേണ്ട കാര്യമില്ല, r മാത്രം എടുത്താൽ മതി. g പ്രൊപ്പോർഷണൽ ടു r. റേഡിയസ് കൂടിയാൽ g കൂടും, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഓപ്ഷൻസിൽ എന്താ പറയുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വുഡ് ബി സെയിം ഓൺ ബോത്ത് പ്ലാനറ്റ്സ്. അല്ലല്ലോ, റേഡിയസ് മാറ്റം ഉണ്ടാവുമല്ലോ, ഡിഫറെന്റ് റേഡിയൈ അല്ലേ, അപ്പൊ റേഡിയസ് മാറ്റമുണ്ട്, അപ്പൊ സെയിം ആവില്ല. ഗ്രേറ്റർ ഓൺ ദി സ്മോളർ പ്ലാനറ്റ് അല്ല, വലിയ റേഡിയസ് കൂടുമ്പോഴാണ് g കൂടുന്നത്. അപ്പൊ ആൻസർ ഏതാ വരിക? ഗ്രേറ്റർ ഓൺ ദി ലാർജർ പ്ലാനറ്റ്. ഇതായിരിക്കും ആൻസർ കിട്ടുക. റെഡി?